കഴക്കൂട്ടം മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. ഈ വളരെ കുറച്ച് ദിവസമാണ് ഇനി തിരഞ്ഞെടുപ്പിനുള്ളത്. എന്താണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരു പ്രതീക്ഷ? കഴക്കൂട്ടം മണ്ഡലത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ഇടതുപക്ഷ മുന്നണി വിജയിക്കും. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ അവർ വിജയിപ്പിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് വിജയപ്രതീക്ഷയെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല. കുറച്ച് ദിവസം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ തുടർച്ചയായി ജനങ്ങൾക്കിടയിലുണ്ട്. അവരുടെ കൂടെയുണ്ട്, അവരുടെ പ്രശ്നങ്ങളിലുണ്ട്, അവരുടെ സന്തോഷത്തിലുണ്ട്, അവരുടെ സങ്കടത്തിലുണ്ട്, നാടിൻ്റെ വികസന കാര്യങ്ങളിലുണ്ട്, പുരോഗമനപരമായിട്ടുള്ള എല്ലാ നന്മകളിലുമുണ്ട്. ഈ മതേതര കേരളത്തിൻ്റെ ഭാഗമായി കഴക്കൂട്ടത്തെ ഒരു മതേതര മേഖലയായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ നിന്നിട്ടുണ്ട്. അത് ഈ നാട്ടുകാർക്കെല്ലാം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വിജയപ്രതീക്ഷയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ BJP സ്ഥാനാർത്ഥി ഉറപ്പായിട്ടുണ്ട്, വി മുരളീധരനാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു BJP. അവരൊരു മത്സരം CPM-ഉം BJP-യും തമ്മിലായിരിക്കുമോ ഈ മണ്ഡലത്തിൽ? എനിക്കതിനെ സംബന്ധിച്ചൊന്നും പറയാൻ വേണ്ടി വയ്യ കേട്ടോ. കാരണം ഏത് സ്ഥാനാർത്ഥി വന്നാലും നല്ല മത്സരം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് BJP ആയിരുന്നാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നാലും നല്ല മത്സരം തന്നെയായിരിക്കും ഈ മണ്ഡലത്തിൽ ഉണ്ടാവുക. ആ മത്സരത്തിൽ ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. 10 വർഷക്കാലം കൊണ്ട് കഴക്കൂട്ടത്തിനുണ്ടായിട്ടുള്ള മാറ്റം അവർ കണ്ണു തുറന്ന് കാണുന്നുണ്ട്. സത്യത്തിൽ വിദേശത്തു നിന്നൊക്കെ വരുന്ന വിശേഷിച്ച് ദുബായ് പോലുള്ള വൻ നഗരങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാത്രി കഴക്കൂട്ടത്തിൻ്റെ ബൈപ്പാസിലൂടെ സഞ്ചരിക്കുമ്പോൾ ദുബായിലെ ഒരു തെരുവിലൂടെ സഞ്ചരിക്കുന്നത് പോലെ, ഒരു റോഡിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ കഴക്കൂട്ടത്തിൻ്റെ ഈ വികസന രംഗത്തുണ്ടായിട്ടുള്ളത്. ക്ഷേമകാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ളൊരു പ്രശ്നം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് 10-15 വർഷക്കാലം കഴിയുമ്പോൾ കഴക്കൂട്ടത്തിനുണ്ട് ഉണ്ടാകാനിടയുള്ള മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഭരണാധികാരികളാണ് അതിൻ്റെ ഉത്തരവാദികൾ. UDF ആണ് അതിൻ്റെ ഉത്തരവാദി. 2016 ഞാൻ വരുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ എന്നോട് വന്നിട്ട് പറയുന്നത്, വലിയ പ്രശ്നമാണ്, നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ ഭാവിയിൽ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയായിരിക്കും ഇവിടെ വരിക. അങ്ങനെയാണ് പുതിയ പ്രോജക്റ്റ് വന്നത്. ആ പ്രോജക്റ്റ് 1-2 മാസത്തിനകത്ത് പൂർത്തിയാകുന്നതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. മുൻകാല തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം എടുത്താൽ BJP-ക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ആശങ്കയൊന്നുമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-ക്കോ കോൺഗ്രസിനോ ഭൂരിപക്ഷം കിട്ടാറുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് ഭൂരിപക്ഷം കിട്ടി. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഭൂരിപക്ഷം കിട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ഇടതുപക്ഷത്തെ തന്നെയാണ് വിശ്വസിച്ച് അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. ഈ സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ഈ പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ചർച്ചയാകുമല്ലോ. അപ്പോൾ ഈ ശബരിമലയിൽ ഉൾപ്പെടെ ഈ പ്രതിപക്ഷം അങ്ങയുടെ പേരാണ് പലയിടങ്ങളിലും ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമോ? അത് ജനങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമുണ്ട്. ഫലമുള്ള മാവിലെ കല്ലേറുണ്ടാവുള്ളൂ. പ്രതിപക്ഷം അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. BJP-യും കോൺഗ്രസും അക്കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് കള്ളപ്രചാരവേല നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അക്കാലത്ത് കേവലം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. മന്ത്രിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. ആ കാലത്ത് മാത്രമല്ല അതിനു മുമ്പും പിൻപും ഒക്കെ ഇത്തരം കൊള്ളകളൊക്കെ വിവിധ അമ്പലങ്ങളിൽ നടക്കുന്നു എന്നുള്ള വിവരം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതിനൊക്കെ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്നും എന്നെ സംബന്ധിച്ച് യാതൊരു കാര്യവുമില്ല എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യം. 3ാമത്തെ ടേമാണ്. അപ്പോൾ ഭാരിച്ചൊരു ഉത്തരവാദിത്തം കൂടിയാണ് പാർട്ടി ഏൽപ്പിക്കുന്നത്. അപ്പം അത്തരത്തിലൊരു സമ്മർദ്ദമുണ്ടോ? കാരണം ഇത്തരത്തിലൊരു വിവാദങ്ങളൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എനിക്ക് യാതൊരു സമ്മർദ്ദവുമില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്, ആളുകളും ഹാപ്പിയാണ്. ഇവിടെ യാതൊരു വിഷമമില്ല. ആകെ 25 ദിവസമുണ്ട്. ഞാൻ കഴിഞ്ഞ 10 വർഷത്തിനോടൊപ്പം ആ 25 ദിവസം കൂടി കൂട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വരും ദിവസങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് എന്താണ് പ്രചരണം പ്രധാനമായും? ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിനുണ്ടായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസനം, അടിസ്ഥാന കാര്യങ്ങളുണ്ടായിട്ടുള്ള വികസനം, ആ വികസന തുടർച്ച. 2, ക്ഷേമകാര്യങ്ങളിൽ ഈ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകൾ, ആ ക്ഷേമകാര്യങ്ങളുടെ തുടർച്ച. 3, കഴിഞ്ഞ 10 വർഷക്കാലം ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലെ ആയിരക്കണക്കായിട്ടുള്ള കുടുംബങ്ങളുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം അത് തുടരുക. ഇത് 3ഉം തന്നെയാണ് ഞാൻ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ 3ാം അംഗത്തിനിറങ്ങുകയാണ്. വലിയ ആത്മവിശ്വാസമാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നതാണ് അദ്ദേഹം പ്രധാനമായി പറയുന്നത്. ഒപ്പം ഈ മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനം, ഇതായിരിക്കും ഈ പ്രധാനമായും പ്രചരണ വിഷയമാക്കുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ അക്കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ പങ്കുവയ്ക്കുന്നത്.